ചിലർ പറയും ചക്ക ഷുഗർ കുറയാൻ വളരെ നല്ല സാധനമാണ്. അപ്പോൾ ചക്ക ഞങ്ങൾ നല്ലോണം, അപ്പോൾ ചക്കയുടെ സീസൺ ആവുന്നു, നമ്മൾ കുറേ പഴുത്ത ചക്ക തിന്നുന്നു, ചക്കയ്ക്കകത്ത് നല്ല ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ഷുഗർ ഉണ്ട്. നമ്മൾ കുറേ അമിതമായിട്ട് കഴിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു പോകും എന്നുള്ള വിശ്വാസത്തോടെ കഴിക്കുമ്പോൾ അത് സംഭവിക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ ഒരു 3 വർഷം മുതൽ 5 വർഷം മുതൽ ഞാൻ ചക്ക സീസൺ കഴിഞ്ഞ് വന്ന പേഷ്യൻസിൻ്റെയൊക്കെ ഷുഗർ നോക്കുമ്പോൾ 200-300 കണ്ടുവരുന്നത്. HbA1c നോക്കുമ്പോഴും അവരുടെ 7-7.5 കിടന്ന HbA1c 8-9 ആയിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഒരു ശാസ്ത്രീയമായൊരു ഗവേഷണം ചെയ്ത് ഒരു പഠനം നടത്തി ഇങ്ങനെ തെളിയിച്ച് വന്നിട്ടൊന്നുമില്ല ചക്ക തിന്നു കഴിഞ്ഞാൽ ഷുഗർ കുറയും ഒരു തെളിവ്. ഇല്ലെങ്കിൽ ചക്ക തിന്നു കഴിഞ്ഞാൽ ഷുഗർ കൂടും, ഇല്ല രണ്ടാമത്തെ പോയിന്റ്, ഇല്ല ചക്ക തിന്നു കഴിഞ്ഞാൽ ഷുഗർ കൂടുകയോ കുറയുകയോ ഒന്നുമില്ല, അതേപോലെ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു 3 ലെവലിൽ അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. അപ്പോൾ പ്രമേഹ രോഗികൾ, ആയിരക്കണക്കിന് പ്രമേഹ രോഗികൾ ഉണ്ടാവണം, ചക്ക സീസൺ വേണം, ഇന്ന ചക്ക വേണം, ഇത് കൊടുക്കണം, രോഗികൾക്ക് ഇത്ര അളവിൽ കൊടുക്കണം. അങ്ങനെ 3 മാസം കഴിഞ്ഞ് നമ്മൾ ഇവരുടെ HbA1c ഷുഗർ നോക്കും. അപ്പോൾ അങ്ങനെ ഒരു പഠനം ഇതുവരെ നടക്കാത്തതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടത് ഇതൊക്കെയാണ്. ചക്ക കൂടാതെ വേറെയും പല ഫ്രൂട്ട്സ് കേരളത്തിലുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ഉള്ള കാലമാണ്. അതിൽ നമുക്ക് ഈത്തപ്പഴം, പിന്നെ സപ്പോട്ട, പിന്നെ മാമ്പഴം, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളിൽ നേന്ത്രപ്പഴം, മൈസൂർ പഴം, ഇല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം, ഇതൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കൂടും. ഇതിൽ ചക്കയും പെടും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ചക്ക, മാങ്ങ, പിന്നെ ഈ നേന്ത്രപ്പഴം, പിന്നെ ചിക്കു, ഇതൊക്കെ ധാരാളം കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ കൂടും. പക്ഷേ ഇത് നമ്മൾ ഷുഗർ ഹൈ ആയിരിക്കുമ്പോൾ നിർത്തണം. ഹൈ ഷുഗർ എന്ന് വെച്ചാൽ എത്രയാണ്? നമ്മുടെ HbA1c 6-7 ഇടയിലൊന്നല്ല, 8-9-10 HbA1c ഉള്ള ആൾ കുറേ ഫ്രൂട്ട്സ് തിന്നാൻ പാടില്ല. അവർ ഒരു ഫ്രൂട്ട്സും തിന്നണ്ട. അവർ ഡയറ്റിൽ വെജിറ്റബിൾസും ഈ സാലഡ്സും ഈ പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മരുന്നൊക്കെ ടാബ്ലറ്റും ഇൻസുലിൻ എന്താ എടുത്ത് ഷുഗർ കൺട്രോളാക്കി HbA1c ഒരു 6-7 ഇടയിൽ എത്തി, ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 100-110, ഭക്ഷണം കഴിച്ചിട്ട് ഒരു 140-160 ഇടയിൽ കിട്ടി, കൺസിസ്റ്റൻ്റ് ആയിട്ട് 2-3 ആഴ്ച കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. അതിലെന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്, ഇല്ലേ കഴിക്കാൻ പറ്റിയത്? ഈ മുസമ്പി ഇല്ലേ, ഒരു മുസമ്പി തിന്നാം ഒരു ദിവസം, വേറെ ഒന്നും തിന്നാൻ പാടില്ല. അല്ലെങ്കിൽ മുന്തിരി, ജസ്റ്റ് പഴുത്ത് വന്ന മുന്തിരി ഒരു 5-6 മണി, അല്ലെങ്കിൽ മാക്സിമം പോയി 8 മണി ഒരു ദിവസം. പിന്നെ വാട്ടർമെലൺ, ബത്തക്ക വാട്ടർമെലൺ മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഇത്ര പോകുന്നൊരു കഷ്ണം കഴിക്കാം. അത് ഫുൾ പഴുക്കാൻ പാടില്ല, പഴുക്കണേക്കാളും തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. അതേപോലെ തന്നെയാണ് പപ്പായ അല്ലെ പപ്പക്കായ, അല്ലെ കർമൂസ് എന്ന് പറയും. അതും ചെനച്ചത് എന്ന് പറയും, പഴുക്കില്ല, ചെനച്ചത്, അതിൻ്റെ ഇത്രയും പോകുന്ന കഷ്ണം കഴിക്കാം. പിന്നെ ഈ മുന്തിരി, മുസമ്പി, കർമൂസ്, പപ്പക്കായ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ്, പിന്നെ മുസമ്പി, ഇതൊക്കെ നമുക്ക് കഴിക്കുന്നതിന് കുറേ. ഓറഞ്ച് ആണെങ്കിൽ 3-4 അല്ലി കഴിക്കാം കൺട്രോളായിട്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിച്ചാൽ പിന്നെ വേറെ ഫ്രൂട്ടൊന്നും കഴിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കുറച്ച് അരിഞ്ഞിട്ട് ചെറിയൊരു ഫ്രൂട്ട് സാലഡ് കഴിക്കാം. അനാറാണെങ്കിൽ 5-6 മണി വേണം ഇതിൻ്റെ ഇടയിൽ കുറച്ചിടാം ഒരു വെറൈറ്റിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം. മറ്റ് നേരത്തെ പറഞ്ഞ കടും മധുരമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പിന്നെ ചില ഫ്രൂട്ട്സ് കഴിച്ചാൽ ഷുഗർ കുറയും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതുവരെയുള്ള പഠനത്തിലെല്ലാം പറയുന്നത് ശരിയല്ല. ഫ്രൂട്ട്സ് കുറേ കഴിക്കുമ്പോൾ അതിനകത്ത് എന്തായാലും ഫ്രുക്ടോസ് ഉണ്ട്. ഫ്രുക്ടോസ് കുറേ ഹൈ ലെവലിൽ കോൺസെൻട്രേഷൻ ചെല്ലുമ്പോൾ ഷുഗർ കൂടാനാണ് സാധ്യത.